പ്രേം ശങ്കർ സംവിധാനം ചെയ്ത് വിനായകൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന വേഷങ്ങളിൽ വന്ന സിനിമയാണ് തെക്ക് വടക്ക്. എഴുതിയിരിക്കുന്നത് ഹരീഷ്, നമ്മുടെ ഈ മീശയൊക്കെ എഴുതിയ ഹരീഷാണ് എഴുതിയിരിക്കുന്നത്. കോമഡിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് ഡാർക്ക് ഹ്യൂമർ, അങ്ങനെ കുറേ സറ്റയറിക്കലായിട്ടുള്ള കുറേ പരിപാടികൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫ്ലക്സ് ബോർഡ് കാണിക്കുമ്പോൾ അതിൽ തന്നെ നമുക്ക് ജാതി ഇല്ലാതെ പറഞ്ഞിട്ട് അത് ഉദ്ഘാടനം ചെയ്യുന്ന ആളുടെ പേരിൻ്റെ കൂടെ ജാതി വരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ ചെറുതായിട്ടൊക്കെ ഇട്ടിട്ട് കാണിക്കാൻ പോയിട്ടുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോഴേക്കും സുരാജ് ഇതുപോലത്തെ ക്യാരക്ടറൊക്കെ മുമ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇതൊരു കേക്ക് വാക്കാണ്. ഈസി ആയിട്ട് പുള്ളി അടിപൊളിയായിട്ട് പുള്ളിയുടെ റോള് ഗംഭീരമായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. വിനായകൻ ഇന്നേ വരെ ചെയ്യാത്ത ഒരു പുതിയ മാൻഡ്രസം പിടിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തു തന്നിരിക്കുന്നത്. പക്ഷേ അത് പലയിടത്തും ഒരു ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോമഡി സ്കിറ്റിലൊക്കെ റിട്ടയർഡ് പട്ടാളക്കാരെ കളിയാക്കി എടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് പിടിച്ചിരിക്കുന്നത്. ചിലയിടങ്ങളിൽ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷ സമയത്തും ഇത് അഭിനയിക്കുകയാണ്, ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുകയാണെന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അത് പിന്നെ നമ്മൾ ചിലപ്പോൾ വിനായകനെ സ്ഥിരമായിട്ട് അല്ലാതെ കണ്ടുവന്നതുകൊണ്ടാവാം. ചിലയിടങ്ങളിൽ, അതായത് ഇൻ്റർവൽ ബ്ലോക്കിൻ്റെ സമയത്ത് ഒരുപാട് ലെങ്തി ആയിട്ടുള്ളൊരു ഷോട്ടുണ്ട്. ആ സമയത്തൊക്കെ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സാം CS ആണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മ്യൂസിക്കിന് അത്രയ്ക്ക് വലിയ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള കണ്ടൻറ്റ് സിനിമയ്ക്കകത്ത് കുറവായിരുന്നു. പാട്ടുകളൊക്കെ കൊള്ളായിരുന്നു എന്നല്ലാതെ സാം CS പറ്റിയൊരു സിനിമയായിട്ട് എനിക്കിത് ഫീൽ ചെയ്തില്ല. സിനിമ തുടങ്ങി ഇവരുടെ ഇത് തന്നെയാണ് പ്രശ്നം. ഇത് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു ശത്രുതയാണ്. പക്ഷേ ഇവരുടെ ശത്രുത കാണിക്കുന്ന സമയത്ത് അത് അത്രയ്ക്ക് ഒരു ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് വന്നിട്ടില്ല. കാരണം ഇത് പലയിടത്തും ഇവർ പരിഭവിച്ച് നടക്കുന്ന പരസ്പരം മനസ്സിനകത്ത് ഇഷ്ടമുള്ള രണ്ടുപേർ തമ്മിലുള്ള ശത്രുത പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണം. അല്ലാതെ അങ്ങനെ ഇവർ തമ്മിൽ ഒരുമിച്ചിരുന്നിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നതോ ഇവരുടെ ശത്രുത അങ്ങ് വെളിവാക്കുന്നതോ എത്രമാത്രം വൈരാഗ്യം രണ്ടുപേരും കാത്തു സൂക്ഷിക്കുകയാണ് എന്നൊക്കെ ഉള്ളൊന്ന് തോന്നുന്ന ഒരു സീനുകളും സിനിമയിലില്ല. ഉണ്ട് ഇങ്ങനെ സെർട്ടിലായിട്ട് പോകണം. പിന്നെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ കോമഡി പോലും എനിക്ക് ഫസ്റ്റ് ഹാഫിൽ വർക്കൗട്ട് ആയിട്ടില്ല. എസ്പെഷ്യലി ഒരു തീട്ട കോമഡി ഉണ്ട് കേട്ടോ. അത് എത്ര നേരം ഒന്നാമത് അത് കണ്ട് പഴകിച്ച ഒരു സാധനമാണ്. അത് എത്ര നേരം ആ തീട്ടത്തിൻ്റെ നാറ്റം എന്നും പറഞ്ഞുകൊണ്ട് അതിനേക്കാൾ വലിയ നാറ്റമായിരുന്നു ആ സീനുകൾ. അത്രയും ക്രിഞ്ചടിച്ച് അങ്ങനെ കുറേ സാധനങ്ങൾ ചവർ സീനുകൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. സെക്കൻഡ് ഹാഫ് വന്നിട്ട് സുരാജ് എന്നുള്ള പെർഫോമറുടെ കുറേ സാധനങ്ങളുണ്ട്. ആ സമയത്ത് പുള്ളിയുടെ ഈ ഒരു പെർഫോമൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് ഹാഫ് കണ്ടിരിക്കാവുന്നതേ ഉള്ളൂ. സിനിമയ്ക്കകത്ത് കോണ്ടന്റ് തീരെ ഇല്ല. അവർ ഉദ്ദേശിച്ചിരുന്ന സാധനങ്ങൾ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവുകയോ അവരുടെ ആ ഇമോഷൻസും അതും പ്രേക്ഷകനിലും അതുപോലെ ഫീൽ ചെയ്യാനോ അല്ലെങ്കിൽ ആ തമാശകൾ അതുപോലെ ഉൾക്കൊള്ളാനോ ഒന്നിനും എനിക്ക് പറ്റിയിട്ടില്ല. അതുമാത്രമല്ല, ഒരുപാട് കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകൾ, ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുള്ളതായിട്ട് എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി മരിച്ച ശവമൊക്കെ കണ്ണ് ചിമ്മുന്ന സീൻ, അത് നല്ല ക്ലോസപ്പിലാണ് കാണിക്കുന്നത്, ആർക്കും മനസ്സിലാവും. അപ്പം ഞാൻ വിചാരിച്ചത് നല്ല പ്രാങ്ക് ആണെന്ന് വരെ ഞാൻ ഇത് വിചാരിച്ചു പോയി. ഇവരെ കൂടാതെ മെറിൻ ജോസ് പൊറ്റയ്ക്കൽ, വിനീത് വിശ്വം, മെൽവിൻ ജി ബാബു, ഷൂരലിലെ ഷമീർ, അവരൊക്കെ ഉണ്ട്. ഇവർക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. കോട്ടയം രമേശ് പിന്നെ അവരുടെ റോള് ചെയ്തു പോയി എന്നുള്ളതല്ലാതെ ഈ കഥാപാത്രങ്ങൾക്ക് വേറെ ഒന്നും സിനിമയ്ക്ക് അത് ചെയ്യാനില്ലാത്ത പോലെ തോന്നി. മൊത്തത്തിൽ പറഞ്ഞാൽ ഇതുണ്ട്, എല്ലാ ആഴ്ചയും മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ പോലെ ഒരു സിനിമ, അത്രേ ഉള്ളൂ തെക്ക് വടക്ക്. എന്തരാ വരട്ടെ.